ഇന്ന് കുറേ ദിവസം കൂടിയിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വയ്യാഴികയും ബുദ്ധിമുട്ടും ഒക്കെ ആയതുകൊണ്ട് വീഡിയോ ഒന്നും കുറച്ച് ദിവസം ഇടാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഒരു 6 മണിക്ക് മുമ്പ് എഴുന്നേറ്റു കേട്ടോ. വെട്ടയൊക്കെ ചെറുതായി വീണ് വരുന്നതേ ഉള്ളൂ. അപ്പം കുഞ്ഞുവാവ എഴുന്നേറ്റപ്പോൾ ആ കൂടെ ഞാനും അങ്ങ് എഴുന്നേറ്റു കേട്ടോ. അപ്പോൾ അവനെ അവിടെ ബെഡിൽ കിടത്തിയിട്ട് ഞാനിങ്ങ് ഇറങ്ങിപ്പോന്നു. നമ്മുടെ പതിവ് സ്ഥലത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. അടുക്കളയിൽ വന്നിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുവാണ്. ഇവിടെ അമ്മയാണെങ്കിൽ ക്രീം ബണ്ണും കഴിച്ച് കട്ടൻ ചായയും കുടിക്കുവാണ് കേട്ടോ. പിന്നെ ഇന്നലെ വൈകിട്ട് ചേട്ടനാണെങ്കിൽ വട്ടും കറലും മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കോഴിയുടെ. അപ്പോൾ അത് ഞാൻ ഇന്നലെ വൈകിട്ട് ഫ്രൈ ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇത്. പിന്നെ രാവിലെ ആയപ്പോൾ അമ്മ ഒന്നുകൂടി എടുത്തിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, മറ്റേ പൈനാപ്പിളൊക്കെ ഇട്ടിട്ട്. അങ്ങനെ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് രണ്ടും നല്ല കോമ്പിനേഷൻ ആയതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി നേരത്തെ ചോറ് കഴിക്കണം. പിന്നെ ഞാൻ വന്നിട്ട് റൂമിലോട്ട് വന്നു കേട്ടോ. വാവ ഇവിടെ കിടപ്പുണ്ട് ചിരിച്ചുകൊണ്ട്. ഇനി കുറേ നേരം അവൻ്റെ കൂടെ ഇരിക്കണം. ഞാൻ എത്ര തിരക്കുണ്ടെങ്കിലും എന്തൊക്കെ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നാലും കുറേ നേരം പിള്ളേരുടെ അടുത്ത് വന്നിരിക്കും കേട്ടോ. 2 പേരുടെ അടുത്ത് വന്ന് കുറച്ച് നേരം അങ്ങനെ അവരെയും കളിപ്പിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ ഇരുത്തി, അമ്പാടീനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ കൊടുത്ത്, ഓരോ കാര്യങ്ങൾ ഇപ്പോൾ എന്താ പറയുക, ഓരോ അക്ഷരങ്ങളൊക്കെ പറയാനും വിളിക്കാനും ഒക്കെ അങ്ങനെ പറഞ്ഞൊക്കെ കൊടുത്ത് അങ്ങനെ കുറേ നേരം ഇരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഈ കൊച്ചിനെ കിടത്തിയിട്ട് എനിക്ക് പോയി പല്ലൊക്കെ തേക്കണം. അപ്പോൾ അമ്പാടി എഴുന്നേറ്റിട്ടുണ്ട്. അമ്പാടി ചേട്ടൻ്റെ കയ്യിലാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ പോയി പല്ലൊക്കെ തേച്ചിട്ട് വന്നിട്ട് അമ്പാടിക്കും വല്ലതും കൊടുക്കണം, കഴിക്കണം. വട്ടും കറിലുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ ചോറ് കഴിക്കും കേട്ടോ. സാധാരണ ഒരു 8:30 9 മണി ആ ഒരു സമയത്തൊക്കെയാണ് ഞാൻ വല്ലതും കഴിക്കാറ്. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ ചോറ് കഴിക്കാൻ വേണ്ടിയായിരിക്കുവാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുവാവേനെ ഞാനിവിടെ കിടത്തുവാണെന്ന് നോക്കിയേക്കണം എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. അങ്ങനെ പിന്നെ അവനെ ഞാൻ കട്ടിലേക്ക് എടുത്തിട്ട് ഞാൻ വേഗം പോയി പല്ലൊക്കെ തേച്ചു കേട്ടോ. നമ്മുടെ പതിവ് സ്ഥലത്ത് നിന്നാണ് പല്ല് തേയും കാര്യങ്ങളൊക്കെ. ഇതെപ്പോഴും ഡേ ഇൻ മൈ ലൈഫിൽ ഈ ഒരു ഭാഗം കാണിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡിലിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചൂടുവെള്ളത്തിലാണ് പല്ല് തേക്കുന്നത് കേട്ടോ. എനിക്ക് പല്ല് വേദനയുടെ ഇത് വന്നതുകൊണ്ട് കുറച്ച് ദിവസം ചൂടുവെള്ളത്തിൽ തേക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീർക്കോളുള്ളതുകൊണ്ട്. പിന്നെ അപ്പുറത്ത് അനിയൻ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു തന്നാണ് പല്ലൊക്കെ തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിലിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇതൊക്കെ തന്നെയല്ലേ കാണിക്കുന്നത്, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിലിടാമെന്ന് വെച്ചത്. പിന്നെ ഞാൻ പോയിട്ട് ചോറ് കഴിക്കുവാണ് കേട്ടോ. രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ല, ഗ്യാസ് തീർന്നു പോയതുകൊണ്ട് ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ഗ്യാസ് ഉള്ളപ്പോഴാണ് ഞാൻ പലഹാരമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഇതുള്ളത് കൊണ്ട് തന്നെ രാവിലെ ചോറ് കഴിക്കാമെന്ന് കരുതി. ഇപ്പോൾ ഒരു 7:15 കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. ഞാൻ രാവിലെയാണ് ചോറ് കഴിക്കുന്നത്. അനിയൻ 7:30 ആകുമ്പോൾ പോകും. അപ്പോൾ അതൊക്കെ മുന്നേ ഫുഡൊക്കെ കഴിക്കാമെന്ന് കരുതി. അവനുള്ള ചോറും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അമ്പാടിനെ വിളിക്കുമായിരുന്നു, കൊച്ചിന് വേണമെന്നൊക്കെ ചോദിച്ചിട്ട്. അവൻ ഇതിൻ്റെ അകത്ത് കരളിങ്ങനെ പെറുക്കി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയുമായിരുന്നു, ഞാൻ വീഡിയോ എടുക്കുവാണ്, വീഡിയോ ഓണാക്കി വെച്ചേക്കുവാണ്, അവനെ ഇവിടെ കൊണ്ട് ഇരുത്തി തരാൻ പറയുമായിരുന്നു കേട്ടോ. അവനാണെങ്കിൽ ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കത്തില്ല. അപ്പോൾ കുറച്ച് കൊടുക്കാമെന്ന് കരുതി. മോരുകറിയൊന്നും കൂട്ടി ആൾക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ചേട്ടൻ അവിടെ കൊണ്ട് ഇരുത്തിയപ്പോഴത്തേനും ഞാനാണെങ്കിൽ എൻ്റെ അകത്ത് കരൾ കൊടുക്കാമെന്ന് വെച്ചു കേട്ടോ. അത് ചില സമയത്ത് ചോദിച്ച് മേടിക്കും, ചില സമയത്ത് എന്നതാണെന്നൊക്കെ നോക്കി ഒന്ന് പതിയൊക്കെ കടിച്ചൊക്കെ നോക്കിയതിനൊക്കെ ശേഷമാണ് കേട്ടോ കഴിക്കത്തുള്ളൂ. ആൾക്കിപ്പോൾ ഫുഡ് കഴിക്കൽ കുറവാണ്, തീരെ കഴിക്കില്ല. നേരത്തെ ഇത്തിരിയെങ്കിലും ചോറൊക്കെ കഴിക്കുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഗുസ്തി പിടിച്ചാൽ പോലും കഴിക്കത്തില്ല കേട്ടോ. പിന്നെ ബിസ്ക്കറ്റ് മതി, പലഹാരം മാത്രം മതി. അതുകൊണ്ടിട്ട് പിന്നെ അതൊക്കെ മേടിച്ച് അങ്ങനെ വെച്ചേക്കും. എന്നാലും ഞാൻ ഒരുവിധം തല്ലിപ്പിടിച്ച് ചോറൊക്കെ കൊടുക്കും. സാമ്പാർ കൂട്ടിയും അവിയൽ കൂട്ടിയൊക്കെ ആൾക്ക് ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനത് ഗ്യാസ് എടുക്കുമ്പോഴത്തേക്കും മാത്രമേ ഞാൻ അതൊക്കെ ഉണ്ടാക്കത്തുള്ളൂ. എനിക്കാണെങ്കിൽ ഒന്നാമത് വിറകടുപ്പിലിട്ട് ഓരോ കൂട്ടം ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. വിറകുണ്ട് നമുക്ക്, എന്നാലും ഭയങ്കര പാടാണ്. അവിടെ നിന്ന് തീ ഊതലും പിന്നെ ഇടയ്ക്ക് കെട്ടുപോകും. എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് തീ കെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അത് വാടിപ്പോവും, പിന്നെ കൊള്ളത്തിലുണ്ടാവും. ഗ്യാസ് ആകുമ്പോഴത്തേക്കും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ പിന്നെ അനിയൻ പോകാൻ ഇറങ്ങി കേട്ടോ. അവന് 7:30 കഴിയുമ്പോൾ പോകണം. ഇന്ന് കുറച്ച് താമസിച്ച് പോയി കേട്ടോ. കോട്ടയം വരെ പോകണം ആൾക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം അവൻ്റെ ഡേ ഇൻ മൈ ലൈഫൊക്കെ അവനെ മാത്രമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, നമ്മൾ ആരും ഇല്ല. അപ്പോൾ ഞാനാണെങ്കിൽ പറയുമായിരുന്നു എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ എല്ലാവരും ഉൾപ്പെടുത്താമല്ലോ, എൻ്റെ മാത്രമല്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അവൻ പോണ വീഡിയോസൊക്കെ അങ്ങനെ എടുത്തു. ഇന്നാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ പറമ്പിൽ തേങ്ങ ഇടലാണ് കേട്ടോ. തേങ്ങ ഇടാൻ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ തേങ്ങ ഇടലിനൊക്കെ ആൾ വരുമ്പോഴത്തേക്കും അവിടുന്ന് ഇവിടുന്ന് 2-3 വീട്ടുകാരുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടുകാർ, പിന്നെ അപ്പുറത്തെ 2 വീട്ടുകാർ, അവരൊക്കെ ഈ പറമ്പിൽ വരും കേട്ടോ. തേങ്ങ ഈ ചൂട്ടൊക്കെ പെറുക്കാൻ വേണ്ടിയിട്ട്, പച്ചച്ചൂട്ടും ഉണങ്ങിയ ചൂട്ടും പിന്നെ മറ്റേ കൊലഞ്ഞീനും പൊതുമ്പ് അങ്ങനെയൊക്കെ പെറുക്കാൻ വേണ്ടിയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇന്ന് ആരും വന്നിട്ടില്ല, ഇന്ന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വീഡിയോ പിടിക്കാം കേട്ടോ. അപ്പോൾ ആ ചൂട്ട് വരച്ചുകൊണ്ട് പോകുന്ന ചേട്ടനാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറമ്പിലിട്ട് വന്നപ്പം പിള്ളേർ 2 പേരും അച്ഛൻ്റെ കയ്യിലാണ് കണ്ട് ഏൽപ്പിച്ചിട്ട് ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ.
പിന്നെ ആ വാഴയുടെ ഇടയിൽ കൂടെ ഒരു ചേട്ടൻ വരുന്നുണ്ട്, നീല ഷർട്ടൊക്കെ ഇട്ട്. ആ ചേട്ടൻ ഇവിടെ തേങ്ങയൊക്കെ പെറുക്കി കൂട്ടിനാണ് കേട്ടോ. അത് ഈ മുതലാളിയുടെ പറമ്പിലെ കാര്യസ്ഥനാണ്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ചേട്ടനാണ് കേട്ടോ. ഇപ്പം ഇവിടെ നിൽക്കണ ഈ തെങ്ങിൽ നിന്ന് ഇപ്പോൾ ഒരു ചേട്ടൻ ഇറങ്ങി വരും കേട്ടോ. ആ ചേട്ടൻ തേങ്ങ ഇട്ട് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേക്കുമാണ് അതിൻ്റെ ചോട്ടിൽ നിന്ന് ചൂട്ടും തേങ്ങയൊക്കെ പെറുക്കാൻ വേണ്ടിയിട്ട് ആൾ തന്നെ കേട്ടോ. ആ പുള്ളി കുറച്ച് ഗൗരവക്കാരനാകൊണ്ട് ഞാൻ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പോയില്ല കേട്ടോ. 2 പേരാണ് ഇവിടെ തേങ്ങ ഇടാൻ വന്നേക്കണേ. ഒരു ചേട്ടൻ അങ്ങേ അറ്റത്തെങ്ങാണ്ടുണ്ട്, പിന്നെ ആ വാഴത്തോട്ടത്തിൻ്റെ അങ്ങേ അറ്റത്തെങ്ങാണ്ട് അമ്മ നടപ്പുണ്ട് കേട്ടോ, പക്ഷേ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. കുറച്ചധികം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പച്ചച്ചൂട്ടൊക്കെ കിട്ടി. ഇത് അമ്പാടി ഇവിടെ സമരത്തിലാണ് കേട്ടോ, പറമ്പിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നതിൻ്റെ സമരത്തിലാണ്. അവനിടയ്ക്ക് പറമ്പിലോട്ട് ഓടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിതാ ഇത്രയും ചൂട്ട് കിട്ടി കേട്ടോ. ഇതിൻ്റെ അടിയിൽ കുറേ ഉണ്ട് കേട്ടോ, പച്ചച്ചൂട്ട്, ഉണങ്ങിയ ചൂട്ടൊക്കെ കുറേ ഉണ്ട്. പിന്നെ അച്ഛൻ ഇവിടെ കുഞ്ഞുവാവനെയും പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട് കേട്ടോ. സമയം ഇപ്പോൾ ഒരു 8 മണിയൊക്കെ ആയി കാണും തോന്നുന്നു. 8 മണി ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ പോയതുകൊണ്ട് തന്നെ അവരെ ഏൽപ്പിച്ചിട്ട് പോയിട്ട് അമ്മയ്ക്ക് കിട്ടിയ കുറച്ച് തീ കത്തിക്കാനുമായിട്ട് അമ്മ ഇങ്ങോട്ടേക്ക് പോന്നു. അച്ഛൻ കുറച്ച് നേരം പിള്ളേരെയും കൊണ്ട് നടക്കട്ടെ എന്ന് കരുതി കേട്ടോ. അമ്പാടിക്ക് തേങ്ങ വേണമെന്നും പറഞ്ഞ് കിടന്ന് വഴക്കുണ്ടാക്കിയിട്ട് ആ ചേട്ടൻ ഒരു തേങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ അതിൻ്റെ വീഡിയോസ് എല്ലാം എടുത്തുകൊണ്ടിരുന്നു. പിന്നെ ദേ അമ്മയും കൊച്ചുമോനും കൂടിയിട്ട് ആ ചൂട്ടിൻ്റെ പുറത്ത് കിടന്ന് ഭയങ്കര കളിയാണ് കേട്ടോ. അമ്പാടിയാണ് ആ ചൂട്ടിൻ്റെ മടലിൽ കൂടെ കയറി അങ്ങേ അറ്റത്ത് വരെ പോയി, പിന്നെ തിരിച്ച് വന്ന് അവിടെ നിന്ന് ഊർന്ന് വീണ് മടലെ തെന്നി വീണ് അങ്ങനത്തെ ഭയങ്കര കളിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പുറത്തിരുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. പിന്നെ പോയി കുളിക്കാമെന്നൊക്കെ വെച്ചിരുന്നപ്പോഴത്തേക്ക് മുട്ടൻ പണി കിട്ടി. പിള്ളേർ 2 പേരെയും കുളിപ്പിച്ച് ഉറക്കി. ഇതാണ് കേട്ടോ മുട്ടൻ പണി. മീൻ ചേച്ചി വന്നിട്ട് 3 കൂട്ടം മീൻ തന്നു. സിലോപ്പിയും മത്തിയും പിന്നെ ഇത് കൂടിനകത്തിരിക്കണം. കൂരിയാണ് ഇവിടെ ആർക്കും ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഞാൻ മത്തി കറി വെച്ചിട്ട് ബാക്കി 2 കൂട്ടം വറുക്കാമെന്ന് കരുതിയിട്ട് ധൃതി വെച്ച് വെട്ടുവാണ് കേട്ടോ. ഒന്ന് പോയി കുളിക്കാമെന്നൊക്കെ വെച്ച് വലിയ കാര്യത്തിൽ ഇരുന്നാൽ ഇനിയിപ്പോൾ ഇതിൻ്റെ പണിയെല്ലാം കഴിയാണ്ട് എൻ്റെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഞാൻ പിന്നെ മീൻ വെട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മേത്ത് നൈറ്റിയിലും ഡ്രസ്സിലൊന്നും ആവത്തില്ല കേട്ടോ, കയ്യിലൊക്കെ ഇങ്ങനെ ആവത്തേ ഉള്ളൂ. ഞാൻ അതുപോലെ അഡ്ജസ്റ്റ് ചെയ്താണ്, കാരണം ഇതൊക്കെ ചെതുമ്പലൊക്കെ തെറിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് കേട്ടോ. ഇവിടെ ഭയങ്കര ഈച്ചശല്യമാണ് കേട്ടോ. അതാ ഈ അവിടെ ഇവിടെയൊക്കെ ഈച്ച ഇരിക്കണത്. മീൻ നല്ല ഫ്രഷ് മീനാണ് കേട്ടോ, മീനിന് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അത് 3ഉം ഈ ഒരു കുഞ്ഞ് കത്രിക വെച്ചാണ് ഞാൻ വെട്ടുന്നത്. എൻ്റെ ഈ മീൻ വെട്ടുന്ന കത്രിക ഒടിഞ്ഞു പോയി. ഞാനിതുപോലെ എന്തോ ഒരു വലിയ മീനിൻ്റെ തല കണ്ടിച്ചത്, അപ്പോൾ അത് ഒടിഞ്ഞു പോയി കേട്ടോ. പിന്നെ ഇത് ആണെങ്കിൽ തുണിയൊക്കെ കണ്ടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച കത്രികയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡിലത്തെ മുള്ളൊക്കെ എനിക്കിങ്ങനെ കത്തി കൊണ്ട് കളയൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, എനിക്കറിയത്തില്ല. അപ്പം ഞാനാണെങ്കിൽ അതൊക്കെ കത്രയും കൊണ്ട് കളയാമെന്ന് കരുതി. പിന്നെ ഈ മീൻതലയൊക്കെ പാത്രത്തിൽ എടുത്ത് വെച്ചേക്കണം നമ്മുടെ പട്ടിക്കുട്ടന്മാർക്ക് വേവിച്ച് ചോറ് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ആ മത്തി എടുത്ത് അമ്മയുടെയിലോട്ട് കൊടുക്കുമായിരുന്നു. അമ്മ തേച്ച് തരാമെന്ന് പറഞ്ഞ് 3 കൂട്ടം മീനും അമ്മ തേച്ച് തരും കേട്ടോ. പിന്നെ ബാക്കി കാര്യങ്ങൾ എനിക്ക് നോക്കിയാൽ മതിയല്ലോ. തേക്കലെല്ലാം കൂടെ എന്നെക്കൊണ്ട് പറ്റത്തില്ല, ആകെപ്പാടെ 3 കൂട്ടമുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു കൂരിയുടെ മുള്ള എൻ്റെ കയ്യിൽ കയറിയിട്ടുണ്ട്. നല്ലപോലെ ബ്ലഡ് വന്നായിരുന്നു കേട്ടോ, കുറേ തൂത്ത് കളഞ്ഞ്. അതിന് ശേഷം ഞാൻ പിന്നെ കുറേ കൂടെ ഞെക്കി കളഞ്ഞതിന് ശേഷം പിന്നെ ബാക്കി മീനും കൂടെ അങ്ങ് വെട്ടാമെന്ന് കരുതി. ഇത് 3 കൂട്ടവും കൂടെ വെട്ടി വരുമ്പോൾ ഒരു നേരമാവും. നമുക്കാണെങ്കിൽ ഒരു വലിയ കത്രികയും കൂടെ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പാടാട്ടോ. ഇനിയിപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഇനി ഒരു കത്രിക മേടിക്കണമെന്ന്. അപ്പോൾ അമ്മ ഇവിടെ സിലോപ്പിയ തേച്ച് അപ്പുറത്ത് ചട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചാള അവിടെ നിന്ന് തേക്കുവാണ് കേട്ടോ. അപ്പോൾ ആ സൈഡിൽ പട്ടിക്കുട്ടനെ കെട്ടിയിട്ടുണ്ട്. അവൻ ചാടി ഇറങ്ങി വന്നതുകൊണ്ടാണ് അമ്മ നോക്കുന്നത്. പിന്നെ ഞാനാണെങ്കിൽ കറി വെക്കാൻ വേണ്ടിയിട്ട് വേഗം അതെല്ലാം പോയി അരിഞ്ഞ് ചാള കറി വെക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ പോയിട്ട് കറിയൊന്നും ഉണ്ടാക്കണമെന്നും കാണിച്ചിട്ടില്ല കേട്ടോ, കാരണം നമ്മുടെ അടുപ്പിൻ്റെ അവിടെ നിന്ന് ഉണ്ടാക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ ക്യാമറ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ ഇത് മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചട്ടി അടുപ്പ് വെച്ചേക്കുവാണ്. ഇവിടെ ഇങ്ങനെ ക്യാമറയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇരുളിമയാണ് കേട്ടോ. പിന്നെ കുഞ്ഞുവാവ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ കൊണ്ട് തന്നു ചേട്ടൻ. അമ്പാടിയും വഴക്കായതുകൊണ്ട് ചേട്ടൻ അമ്പാടിനെ എടുത്തുകൊണ്ട് നടക്കുവാണ്. പിന്നെ ഞാനെങ്കിൽ മീൻ വറുക്കുവാണ് കേട്ടോ. ഇനി ഇതും കൂടെ ഉള്ളൂ. മത്തി കറി വെച്ചു, പിന്നെ സിലോപ്പിയ വറുത്ത് വെച്ചു. പിന്നെ ഇത് അമ്മ അവിടെ നിന്ന് പാത്രം കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ മത്തി കറി വെച്ചതും സിലോപ്പിയ വറുത്തതും കൊണ്ട് അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് മത്തി മുളക് ചാറ് വെച്ച് കുറുകിയ രീതിക്കാണ് കേട്ടോ കറി ഉണ്ടാക്കിയേക്കണം. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ കുറുകൽ തോന്നത്തില്ല ഈ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ. പിന്നെ വന്നിട്ട് ദേ ഇവിടെ സിലോപ്പിയ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പോയിട്ട് ചോറ് കഴിക്കാമെന്ന് കരുതി. ചോറൊക്കെ കഴിച്ചിട്ട് കുളിക്കാമെന്ന് കരുതി, കാരണം അതൊക്കെ വെട്ടിപ്പെറുക്കി വന്നപ്പോൾ തന്നെ ഒരു പരുവായി. അപ്പോൾ കുറച്ച് വട്ടുംകറിലും പിന്നെ ഒരു സിലോപ്പിയ വറുത്തതും പിന്നെ മോരുകറിയും കൂട്ടിയിട്ട് ഞാനാണെങ്കിൽ ചോറ് കഴിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കുളിക്കാനായിട്ട് പോകാൻ, കാരണം അത് 3ഉം വെട്ടിപ്പെറുക്കി അതെല്ലാം റെഡിയാക്കി പെറുക്കി വന്നപ്പോൾ ഒത്തിരി സമയം പോയി, വിശന്ന് മനുഷ്യൻ്റെ ഊപ്പാടിളകി.
പിന്നെ വൈകുന്നേരമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. വൈകുന്നേരം ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം ഞങ്ങൾക്കൊരു ഫംഗ്ഷന് പോകണം, അതുകൊണ്ട് തന്നെ ഞാൻ മേക്കപ്പൊക്കെ ചെയ്താണ് ഇരിക്കുന്നത്. ഇനിയിപ്പം അനിയനും കൂടി വരണം, മാവും വന്ന് കുളി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഒരുങ്ങി പോകാനായിട്ട്. അമ്പാടിനെ കണ്ണൊക്കെ എഴുതിച്ചിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അതെല്ലാം പോയി. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതാണ് വീട്, എൻ്റെ കൂട്ടുകാരിയുടെ വീടാണ് കേട്ടോ, പാവപ്പെട്ട വീടാണ് കേട്ടോ. ചെറിയ രീതിക്കൊരു ഫംഗ്ഷനാണ്. ഇവർക്ക് 2 ട്വിൻസാണ് കേട്ടോ, ശ്രേയയും സനയും. ഇതാണ് അവളുടെ കുഞ്ഞുങ്ങൾ കേട്ടോ. അപ്പം 3ാമത്തെ ബർത്ത്ഡേ ആണ് 2 പേരുടെയും. 3 വയസ്സായിട്ടോ ഇന്ന് അവർക്ക്. അപ്പോൾ ഞാൻ അവിടുത്തെ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ എടുത്തു. ഒരു അധികം സ്പേസ് ഇല്ലാത്ത വീടാണ് കേട്ടോ, വാടകയ്ക്കാണ് കേട്ടോ അവർ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ അകത്തേട്ട് പോയിട്ട്, ഇതവരെ കിച്ചണാണ് കേട്ടോ, ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. ഈ കൊച്ച് അവളുടെ അച്ഛൻ്റെ അനിയൻ്റെ മകളുടെ കൊച്ചാണ് കേട്ടോ. പിന്നെ ജയൻ ചേട്ടൻ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ ഈ ഇരുന്ന് കഴിക്കുന്നത് അവളുടെ അച്ഛൻ്റെ അനിയൻ്റെ മോളാണ്, അവളുടെ മൂത്ത മോളാണ് അവിടെ ചുമന്ന് ഉടുപ്പിട്ടിരുന്നത് കേട്ടോ. പിന്നെ ആ നിൽക്കുന്ന മഞ്ഞ ഉടുപ്പിട്ട് അവളുടെ പിള്ളേരുടെ ബർത്ത്ഡേ ആണ് ഇന്ന് നടക്കുന്നത്, ശ്രേയയുടെ സനയുടെ. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുകയെന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. കിച്ചണിൽ ഇരുന്നാണ് എല്ലാവരും കഴിക്കുന്നത് കേട്ടോ, കാരണം ഡെസ്കും ബെഞ്ചും ഒന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും ഇവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ ചേട്ടനോട് ഞാൻ ആദ്യം കഴിച്ചോളാൻ പറഞ്ഞ്, ഇനി ഞാനും അനിയനും ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ഓരോരുത്തരായിട്ട് കഴിക്കാമെന്ന് കരുതി, കാരണം പിള്ളേരും കൂടെ ഉള്ളതുകൊണ്ട് പിള്ളേർ ഭയങ്കര ബഹളവും കരച്ചിലുമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. എൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു സമയത്ത് കൊച്ചിനെ എടുത്തുകൊണ്ട് പോയായിരുന്നു കേട്ടോ ഒരു ചേട്ടൻ വന്നിട്ട്. അപ്പോൾ ഇതാണ് അനുപ്രിയയുടെ പിള്ളേർ കേട്ടോ, അതായത് അവളുടെ അച്ഛൻ്റെ അനിയൻ്റെ മകളുടെ കൊച്ച്. പിന്നെ ഞാനും പോയിട്ട് ബിരിയാണിയൊക്കെ കഴിക്കണം കേട്ടോ. എനിക്കാണെങ്കിൽ ക്യാമറ എവിടെയെങ്കിലും, ഈ ഫോൺ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെക്കണം എന്നുണ്ടായിരുന്നു, എങ്ങും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇപ്പുറത്തിരുന്ന ഒരു മൊന്തയുടെ സൈഡിൽ കൊണ്ടുപോയി ചാരി വെച്ചാണ് കേട്ടോ. അവിടെയാണെങ്കിൽ വലിയ ക്ലിയറും കിട്ടാഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ വേഗം ഫോണൊക്കെ എടുത്തു. അങ്ങനെ പിന്നെ ഞങ്ങൾ കൈയൊക്കെ കഴുകി ഫുഡെല്ലാം കഴിച്ച് പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നു കേട്ടോ. പിന്നെ അവിടുത്തെ പരിപാടിയെല്ലാം അങ്ങനെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ. വീട്ടിൽ വന്ന പാടി അമ്പാടിയും കുഞ്ഞുവാവയും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡൊന്നും കഴിക്കണ്ടല്ലോ, അതുകൊണ്ട് ചേട്ടനും അനിയനും അമ്പാടിയായിട്ട് പിന്നെ കിടന്ന് ഉറങ്ങി കേട്ടോ. ഇപ്പം സമയം ഒരു 11:30 ആകാൻ പോവാണ്. ഇപ്പോൾ കുഞ്ഞുവാവയും കിടന്ന് ഉറങ്ങി. അവരുടെ ഉടുപ്പൊന്നും മാറിച്ചില്ല കേട്ടോ, കാരണം പിന്നെ അത് ഊരാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ വഴക്കും കാറും കൂവും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് പിന്നെ ഉടുപ്പൊന്നും ഊരാൻ നിന്നില്ല കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെ കുത്തിപ്പിടിച്ച് കുറേ നേരം അങ്ങനെ ഇരിക്കുവാണ്. 11:30 ആകാൻ പോവുകയാണ്. പിന്നെ എനിക്ക് ഉറക്കമൊന്നും വരാഞ്ഞുകൊണ്ട് കുറേ നേരം ഫോണും നോക്കി അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ ഇതേ സമയം 11:30 ആകുന്നു. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.